ഹലോ എവ്രി വൺ, ലിസ്ഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജെയിംസ് ഷേർലി എന്ന് പറയുന്ന എലിസബത്തിയൻ പോയറ്റ്, അതായത് എലിസബത്ത് രാജ്ഞിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഷേക്സ്പിയർ ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരു പോയറ്റിൻ്റെ പോയമായ ഡെത്ത് ദി ലെവലർ എന്ന് പറയുന്ന പോയമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജെയിംസ് ഷേർലി എന്ന് പറയുന്ന പേര് കുറച്ച് പഴയതാണെങ്കിലും ആൾ 1500 1600 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പോയറ്റാണ്. അപ്പോൾ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ എലിസബത്തിയൻ പോയറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ഡ്രമാറ്റിസ്റ്റാണ്. അദ്ദേഹം അതായത് കോമിക്കായിട്ടുള്ള റൈറ്റിങ്ങും പിന്നെ അല്ലാതെ പോയിട്രിയും അതുപോലെ ഡ്രാമാസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നല്ലൊരു ലിറ്ററേച്ചറിൽ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വളരെ നല്ല ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു പോയറ്റാണ് അദ്ദേഹം. ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ദി ലെവലർ എന്ന് പറയുന്ന കേരള +1 സ്റ്റുഡൻസിന് പഠിക്കാനുള്ള പോയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെത്ത് ദി ലെവലർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് മരണം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ ഒരേ ലെവലിൽ ആക്കുന്ന ഒരു കാര്യമാണെന്നാണ്. ഡെത്ത് ദി ലെവലർ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ലെവലർ എന്ന് പറയുന്നത് എന്താ, എല്ലാത്തിനെയും ഒരുപോലെ അല്ലെ നിരപ്പാക്കുന്ന ഒരു കാര്യമാണ് ഈ ലെവലർ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെത്ത് ദി ലെവലർ എന്ന് പറയുമ്പോൾ മരണം എല്ലാവരെയും ഒരുപോലെ അല്ലെ ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെത്ത് ദി ലെവലർ. ഓക്കെ, അപ്പം നമുക്ക് പോയത്തിലേക്ക് നോക്കാം. ഫസ്റ്റ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്താ, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ് അല്ലേ. അതായത് നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു പേരും പ്രശസ്തിയും, അതായത് ഇവിടെ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തെയാണ് കാണിക്കുന്നത്. ചിലർ പറയാറില്ലേ, രാജരക്തമാണ് എൻ്റെ ഞരമ്പിലൂടെ ഒഴുകുന്നതെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതായത് റോയൽ ബ്ലഡ്, അങ്ങനെ നമ്മൾ പാരമ്പര്യത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം അതാണ് ഈ ബ്ലഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ പാരമ്പര്യവും അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയും ഒന്നും ഇതൊക്കെ നമ്മൾ എപ്പോഴും ഗ്ലോറിഫൈ ചെയ്യും അല്ലേ. നമ്മൾ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും സ്വയം പുകഴ്ത്തുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെറും നിഴലുകളാണ് അല്ലേ. നിഴല് പോലും പെർമനൻ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിഴല് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാലും അതൊരു കള്ളമാണ്. കാരണം വെളിച്ചമുള്ളപ്പോൾ മാത്രമാണ് നിഴൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്, ശരിയല്ലേ. വെളിച്ചമില്ലെങ്കിൽ നിഴലും ഉണ്ടാവാറില്ല. അപ്പം അതാണ് സത്യം. ഇതൊക്കെ വെറും നിഴലുകളാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, ഒരിക്കലും ഒരു അസ്തിത്വമുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം അല്ല. ഏതാണ് ഈ ബ്ലഡും സ്റ്റേറ്റും ഒക്കെ. അപ്പോൾ ദർ ഇസ് നോ ആർമർ അഗെൻസ്റ്റ് ഫെയ്റ്റ്, ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. അതായത് ദർ ഇസ് നോ ആർമർ അഗെൻസ്റ്റ് ഫെയ്റ്റ്, വിധിയാണ്. ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ വിധി. ഓക്കെ, വിധിക്കെതിരായിട്ട് നമുക്ക് ഒരു കവചവും, ആർമർ എന്ന് പറഞ്ഞാൽ കവചം എന്നാണ്. ഓക്കെ, അപ്പോൾ വിധിക്ക് എതിരായിട്ട് നമുക്ക് ഒരു കവചവും ഉണ്ടാവാറില്ല ഒരിക്കലും. വിധി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. അപ്പോൾ മരണം എന്ന് പറയുന്നത് രാജാവിനെയും, മരണത്തിൻ്റെ തണുത്ത കൈകൾ രാജാവിനെയും പുൽകും എന്നാണ് പറയുന്നത്. അതായത് രാജാവാണെങ്കിലും, എത്ര വലിയ രാജാവെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു എത്ര വലിയ ആളാണെങ്കിലും എന്നുള്ളത് അതിന് വെറുതെ ഒന്ന് പറഞ്ഞിരിക്കുന്നുള്ളതേ ഉള്ളൂ. രാജാവ് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത് സമൂഹത്തിലെ വലിയ വലിയ ആൾക്കാരെന്നുള്ളതാണ്. അപ്പോൾ എത്ര വലിയ ആളാണെങ്കിൽ പോലും ഒരു ദിവസം മരണത്തിന് കീഴടങ്ങിയേ പറ്റുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഡെത്ത് ലേസസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. ഇവിടെ ഐസി ഹാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മരണം എപ്പോഴും ഒരു തണുപ്പുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്തായിട്ട് മാറും, ഐസ് പോലെ തണുത്ത് മരവിച്ചിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഐസി ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മരണത്തിൻ്റെ തണുപ്പ് എത്ര വലിയ ആളിനെയും പുൽകും എന്നാണ് ഇവിടെ പറയുന്നത്. ദർ ഇസ് നോ ആർമർ അഗെൻസ്റ്റ് ഫെയ്റ്റ്. മരണം എന്ന വിധിക്കെതിരെ നമുക്ക് ഒരിക്കലും ഒരു കവചവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ സെപ്ചർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. സെപ്ചർ ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ, രാജാവിൻ്റെ കിരീടവും ചെങ്കോലും.
ഓക്കെ, അപ്പം സെപ്ചർ എന്ന് പറഞ്ഞാൽ ചെങ്കോലാണ്, ക്രൗൺ നമുക്കറിയാം എന്താ, കിരീടം അല്ലേ. അപ്പോൾ ഈ സെപ്ചർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. ടംബിൾ ഡൗൺ എന്ന് പറഞ്ഞാൽ വീണുടയുക എന്നാണ്. അപ്പം ഈ രാജാവിന് ഇനി എത്ര വലിയ കിരീടവും ചെങ്കോലും ഉണ്ട്, അതിപ്പോൾ രാജാവെന്നല്ല ഏതൊരു വ്യക്തിയായാലും എത്ര വലിയ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ പ്രൊട്ടക്ഷനും മരണത്തിന് മുമ്പിൽ വീണുടയും എന്നാണ് പറയുന്നത്. മസ്റ്റ് ടംബിൾ ഡൗൺ. ഓക്കെ, സെപ്ചർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. And in the dust be equal made with the poor crooked scythe and spade. And in the dust be equal made. ഡസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവസാനം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണിലലിയുകയാണ് ചെയ്യുന്നത് അല്ലേ. വെറും മൺതരികളായിട്ട് അല്ലെ മണ്ണിൻ്റെ പോലെയുള്ള പൊടികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്. മരണത്തിന് മുമ്പിൽ മരിച്ചു കഴിഞ്ഞ് മണ്ണാവുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെയാണ് അല്ലേ, ഒരേ മണ്ണ് പോലെ ആയി തീരുവാണ്. വിത്ത് ദ പൂവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പീഡ്. സൈത്ത് ആൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ SCYTHE സൈത്ത് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം സൈത്ത് ആൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ എന്താ ഉപജീവന മാർഗത്തിന് വേണ്ടി അരിവാളും മൺവെട്ടിയും ഒക്കെ കൊണ്ട് പാവപ്പെട്ടവർ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പം മരണത്തിന് മുമ്പിൽ വിത്ത് ദ പൂവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പീഡ്. അപ്പോൾ പാവപ്പെട്ടവർ പാവപ്പെട്ട ആൾക്കാരെ, പൂവറായിട്ടുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ ഉപയോഗിക്കുന്നത്. വിത്ത് ദ പൂവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പീഡ്. അപ്പോൾ ഇവിടെ പൂവർ പീപ്പിൾ എന്ന് പറയുന്നില്ല. അതുപോലെ നമുക്ക് തൊട്ട് മുമ്പിലുള്ള ലൈൻസിൽ സെപ്ചർ ആൻഡ് ക്രൗൺ എന്നുള്ളത്, സെപ്ചർ ആൻഡ് ക്രൗൺ ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു കിങ് അല്ലേ. അപ്പം കിങ് എന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷേ സെപ്ചർ ആൻഡ് ക്രൗൺ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് വലിയ ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഒരു ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ. അതുപോലെ വിത്ത് ദ പൂവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പീഡ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ കുറച്ച് ലോ ക്ലാസ് അല്ലെങ്കിൽ പൂവറായിട്ടുള്ള ആൾക്കാരെയാണ്. അപ്പം ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് ദ പൂവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പീഡ്. അപ്പം വലിയ വലിയ ആൾക്കാർക്ക് കിരീടവും ചെങ്കോലും ഉണ്ടായാലും പാവപ്പെട്ട ആൾക്കാർക്ക് അവരുപയോഗിക്കുന്നത് അരിവാളും മൺവെട്ടിയും ഒക്കെ ആണെങ്കിലും എല്ലാവരും മരണത്തിന് മുമ്പിൽ വെറും പൊടിയായിട്ട് മാറുകയാണ്, വെറും മണ്ണായിട്ട് മാറുകയാണെന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തത് നോക്കാം. സം മെൻ വിത്ത് സ്വേർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ് ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെയർ ദേ കിൽ. അപ്പോൾ ഇവിടെ സം മെൻ വിത്ത് സ്വേർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. ഓക്കെ, അതായത് വാള് കയ്യിലുള്ള ആൾക്കാർ ചിലപ്പം ഫീൽഡ് റീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കൊയ്തെടുക്കുമെന്ന്. ഓക്കെ, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു യുദ്ധത്തിൽ ആൾക്കാർ കൊല്ലുക എന്നുള്ളതാണ്. വാൾ വെച്ച് നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്, കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു യുദ്ധത്തിലേർപ്പെട്ട് ശത്രുവിനെ എന്ത് ചെയ്യും, പരാജയപ്പെടുത്തി വിജയം കണ്ടെത്തും. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെയർ ദേ കിൽ. എന്നിട്ട് എവിടെയാണോ ആളെ പരാജയപ്പെടുത്തിയത് അവിടെ ഫ്രഷ് ലോറൽസ് എന്ന് പറഞ്ഞാൽ ഒരു തിക്കായിട്ടിങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ഷബ്സിനെ വളർത്തുന്നതാണ് ലോറൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നല്ല ഗ്രീൻ ആയിട്ടുള്ള കളറുള്ള ഇലകളുള്ള ചെടികൾ ഇങ്ങനെ ഒരേപോലെ കുറേ സ്ഥലത്ത് ഇങ്ങനെ നിരനിരയായിട്ട് വളർത്തിയിരിക്കുന്നതാണ് ലോറൽസ് എന്ന് പറയുന്നത്. അപ്പം ഇവരെവിടെയാണോ ഒരാളെ പരാജയപ്പെടുത്തി വിജയം കണ്ടെത്തിയത്, ഒരാളെ കൊന്നത്, അവിടെ ഇവർ ഫ്രഷ് ലോറൽസ് നട്ടുപിടിപ്പിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വേറൊരർത്ഥം പോയിട്ട് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരെയും പരാജയപ്പെടുത്തി പലരെയും കൊന്നൊടുക്കി നമ്മൾ വലിയ വലിയ ഓണേഴ്സ് അല്ലേ, വലിയ വലിയ ബഹുമതികളൊക്കെ നേടുന്ന ആൾക്കാരാണ്. ആ ബഹുമതികളെയാണ് അദ്ദേഹം പ്ലാന്റ് ഫ്രഷ് ലോറൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം റീപ്പ് ദ ഫീൽഡ് ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെയർ ദേ കിൽ. അവരെവിടെയാണോ കൊന്നത് അല്ലെങ്കിൽ അവരാരെയാണോ കൊന്നത്, അവരെ എന്തിനെയാണോ പരാജയപ്പെടുത്തിയത്, ആ പരാജയത്തിലൂടെ അതായത് അവരെ പരാജയപ്പെടുത്തിയ കിട്ടിയ ആ വിജയത്തിലൂടെ അവർ പുതിയ പുതിയ ബഹുമതികളൊക്കെ നേടിയെന്ന് ഇരിക്കാം. പക്ഷേ ബട്ട് their strong nerves at last must yield. They tame but one another still. Early or late they stoop to fate. ഓക്കെ, അതായത് ഒരു ദിവസം
എത്ര വീരനായാലും എത്ര വീര്യമുള്ള ചോരയാണ് അവരുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നതെന്ന് പറഞ്ഞാലും ഒരു ദിവസം അവരും മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്, ദേ ടേം ബട്ട് വൺ അനദർ സ്റ്റിൽ. അവർ കീഴടങ്ങും. എന്താ, എല്ലാവരും ഒരുമിച്ചായിരിക്കില്ല, പക്ഷേ ഏർലി ഓർ ലേറ്റ് ആദ്യം അയാളെ പരാജയപ്പെടുത്തിയ ആൾ ആദ്യം വിടവാങ്ങി അല്ലേ. അത് കഴിഞ്ഞിട്ട് അയാളെ കൊന്നൊടുക്കിയ ആളും എന്ത് പറ്റി, മരണത്തിനൊരു ദിവസം കീഴടങ്ങിയേ പറ്റുള്ളൂ. ഒന്നുകിൽ ലേറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ, എല്ലാവരും മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടവരാണ്. ഓക്കെ, അപ്പോൾ ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിനോടിടയ്ക്ക് ഈ മരണം എന്ന വിധിക്ക് മുമ്പിൽ മുട്ടുകുത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കീഴ്പ്പെട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അത് നേരത്തെ ആവാം അല്ലെങ്കിൽ വൈകിയാവാം. അതാണ് ഏർലി ഓർ ലേറ്റ് ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. എല്ലാ ആൾക്കാരും ഏതെങ്കിലും ഒരു ദിവസം മരണം എന്ന് പറയുന്ന ഈ വിധിയെ അംഗീകരിച്ചേ പറ്റുള്ളൂ, മരണത്തിന് കീഴടങ്ങിയേ പറ്റുള്ളൂ. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിങ് ബ്രെത്ത് വെൻ ദേ pale captives creep to death. അതായത് ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിങ് ബ്രെത്ത്. അതായത് മരണത്തിന് മുമ്പിൽ ആരും ഒരിക്കലും സന്തോഷത്തോടെ കീഴടങ്ങി കൊടുക്കാറില്ല അല്ലേ. മർമറിങ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ എന്താ പറയുന്നത്, നമ്മുടെ അവസാനം ഒരിക്കലും അല്ലേ, അതിപ്പം നമ്മൾ ഒരു സ്വാഭാവിക മരണമായാലും അസ്വാഭാവികമായാലും നമ്മൾ അവസാന നിമിഷം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, ഒരു ചെറിയ വെപ്രാളമൊക്കെ കാണിക്കുമെന്നാണ് പറയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിങ് ബ്രെത്ത്. അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ ആ ഒരു കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ ഏറ്റവും അവസാന നിമിഷം ശ്വസിച്ചാലും അതും നമ്മൾ ഗിവ് അപ്പ് ചെയ്യേണ്ടി വരും അല്ലേ. വെൻ ദേ പെയിൽ ക്യാപ്റ്റിവ്സ് ക്രീപ്പ് ടു ഡെത്ത്. പെയിൽ ക്യാപ്റ്റിവ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സാഡ്നെസ് ആണ്. ഓക്കെ, ക്യാപ്റ്റിവേറ്റിംഗ് അല്ലെങ്കിൽ ക്യാപ്റ്റീവ് എന്നൊക്കെ പറയുന്നത് എന്താ, തടങ്കൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, തടവിലാവുക. അപ്പം മരണത്തിൻ്റെ തടങ്കലിൽ, മരണത്തിൻ്റെ ദുഃഖകരമായിട്ടുള്ള തടങ്കലിൽ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ഒരു ദിവസം നമ്മളുടെ ശ്വാസം കൊടുത്തേ പറ്റുള്ളൂ. അതായത് മരണത്തിന് നമ്മൾ കീഴടങ്ങിയേ പറ്റുള്ളൂ. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിങ് ബ്രെത്ത് വെൻ ദേ pale captives creep to death. ഓക്കെ, അതുപോലെ the garlands wither on your brow, then boast no more your mighty deeds. അപ്പം ഗാർലൻസ് വിതർ ഓൺ യുവർ ബ്രോ എന്ന് പറഞ്ഞാൽ പണ്ട് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ജെയിംസ് ഷേർലി എന്ന് പറയുന്ന പോയിറ്റൊക്കെ നമ്മുടെ ഷേക്സ്പിയറൊക്കെ ജീവിച്ചിരുന്ന കാലത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് എന്ന് പറയുന്നത് ഈ എന്തെങ്കിലുമൊക്കെ വിജയമൊക്കെ കൊയ്ത് വരുന്ന ആൾക്കാർക്ക് ഈ പൂക്കൾ കൊണ്ടൊരു കിരീടം, അതുപോലെ ഒലീവ്സിൻ്റെ ഇലകൾ, അത് ഭയങ്കര ഡിവൈനായിട്ടൊക്കെ അവർ കരുതപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒലീവ്സിൻ്റെ ഇലകൾ. അപ്പം ഒലീവ് ഇലകൾ വെച്ചിട്ട് അവരൊരു ക്രൗൺ കൊടുക്കാറുണ്ട്. അപ്പം അത് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, അത് ഈ സാധാരണ കിരീടം പോലെയല്ല, നമ്മൾ ഈ കാണുന്ന പോലെ ഉള്ളൊരു കിരീടമാണ്. അപ്പോൾ അത് നമ്മുടെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ നെറ്റിയിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെയാണ്. അപ്പം ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമതികൾക്ക് നിങ്ങൾക്ക് തരുന്ന ആ ഗാർലൻഡ്സ് പോലും നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് വാടിപ്പോകും. ഓൺ യുവർ ബ്രോ. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ തന്നെ. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. നിങ്ങൾ ചെയ്തിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി അപ്പോഴും നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്ത ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അപ്പോഴും വലിയ രീതിയിൽ പൊങ്ങച്ചം പറയുന്നതൊന്നും അന്ന് വലിയ കാര്യമുള്ള കാര്യമായിരിക്കത്തില്ല. കാരണം അന്ന് നമുക്ക് കിട്ടുന്ന ഈ ബഹുമതികളൊക്കെ വാടിപ്പോകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അതൊക്കെ വെറും ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ ഓൾട്ടർ നൗ see where the victim bleeds. അപ്പം മരണമാകുന്ന പേർപ്പിൾ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ അൾത്താര എന്നുള്ളതാണ്. അപ്പം പേർപ്പിൾ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു മരണത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഒരു രക്തം
രക്തത്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അത് പേർപ്പിൾ ഓൾട്ടർ എന്ന് പറയുന്നത്, പേർപ്പിൾ എന്ന് പറയുന്ന കളർ ഒരു ഡാർക്ക് റെഡ് എന്നോ അല്ലെങ്കിൽ പിങ്ക് അല്ല സോറി, നമുക്കറിയാമല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു ഡാർക്ക്നെസ് ഉള്ളൊരു ഷെയ്ഡാണ്. അപ്പം ഈ പേർപ്പിൾ ഓൾട്ടർ എന്ന് പറയുന്ന മരണമാകുന്ന ഈ പേർപ്പിൾ അൾത്താര നൗ സീ വെയർ ദ വിക്ടിം ബ്ലീഡ്സ്. അപ്പം അവിടെ എന്താ മരണമാകുന്ന ഈ പേർപ്പിൾ അൾത്താറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വിക്ടർ വിക്ടിം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ എന്തെങ്കിലും ഒരു യുദ്ധമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിലൊരു വിജയവും ഉണ്ടാവും, ഒരു എന്താ പരാജിതനും ഉണ്ടാവും. വിജയവും പരാജയവും ഒരുപോലെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു യുദ്ധമൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ യുദ്ധത്തിനിടയിൽ പരാജയപ്പെടുന്ന ആൾ മാത്രമല്ല, വിജയിക്കുന്ന ആളും ബ്ലീഡ് ചെയ്യാറുണ്ട് അല്ലേ, അയാളിൽ നിന്നും ചോര പൊടിയാറുണ്ട്. അപ്പോൾ ഡെത്ത്സ് പേർപ്പിൾ ഓൾട്ടർ നൗ സീ വെയർ ദ വിക്ടിം ബ്ലീഡ്സ്. അതായത് രണ്ടുപേരും ചോര പൊടിയാതെ ഒരു അവസാനം കാണാറില്ല ഒരിക്കലും എന്ന് പറഞ്ഞതുപോലെ വിജയിയാണെങ്കിലും പരാജിതനാണെങ്കിലും ഒരു ദിവസം രണ്ടുപേരും മരണത്തിന് കീഴടങ്ങും എന്നുള്ളതാണ്. രണ്ടുപേരിലും ഒരുപോലെ ചോര ചിന്തുന്നത് പോലെ മരണവും രണ്ടുപേരെ തേടി എന്നെങ്കിലും ഒരു ദിവസം എത്തും. ഓക്കെ, അപ്പോൾ യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂംബ്. നിങ്ങളുടെ തലകൾ എന്നുള്ളതല്ല, നിങ്ങളുടെ ശരീരം എന്നുള്ളതാണ് കേട്ടോ. യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂംബ്. കോൾഡ് ടൂംബ് എന്ന് പറഞ്ഞാൽ കല്ലറ എന്നുള്ളതാണ്, കല്ലറ. ഓക്കെ, അപ്പം കോൾഡ് ടൂംബ് എന്ന് പറഞ്ഞാൽ തണുത്ത് ഇരിക്കുന്ന കല്ലറ. തണുത്ത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും ഞാൻ പറഞ്ഞായിരുന്നു, മരണത്തിന് എപ്പോഴും ഒരു തണുപ്പുമായിട്ടുള്ളൊരു റിലേഷനുണ്ട്. അപ്പം കോൾഡ്നെസ്സും ഡെത്തുമായിട്ട് പോയിട്ട് ഇവിടെ 2 പ്രാവശ്യം റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂംബ്. ഈ തണുത്ത കല്ലറയിൽ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ വന്നേ പറ്റുള്ളൂ, നിങ്ങളിവിടെ എത്തിയേ പറ്റുള്ളൂ. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദർ ഡസ്റ്റ്. അപ്പം ഇവിടെ ജസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നീതിമാന്മാരെയാണ്, അതായത് സത്യവും നീതിയും മാത്രമുള്ള ആൾക്കാർ, അതാണ് ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്, നീതിമാന്മാരുടെ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, സത്യവും യുക്തിയുമുള്ള അല്ലെങ്കിൽ നീതിയുമുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദർ ഡസ്റ്റ്. അവർ ഏറ്റവും അവസാനം നമ്മളൊക്കെ മണ്ണായിട്ട് മാറുമ്പോൾ, മണ്ണിനോട് ചേരുമ്പോൾ നമ്മൾ ഈ ചെയ്ത നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നത്. ഇത് മാത്രമാണ് നമ്മുടെ മരണം കഴിഞ്ഞ് എല്ലാവരും ഇത് മാത്രമായിരിക്കും സ്മരിക്കുന്നത്. അതായത് മരണം കഴിഞ്ഞും നമ്മളെ ആരെങ്കിലുമൊക്കെ ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നീതിപൂർവ്വം ജീവിക്കുക എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാളെ മാത്രമേ മരണത്തിന് ശേഷവും ആൾക്കാർ ഓർക്കുകയുള്ളൂ. അവരുമായിട്ടുള്ള ഒരു സ്വീറ്റ് മെമ്മറീസ് അവർ തരുന്ന, അവർ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്ന നല്ല കാര്യങ്ങൾ, ഇതൊക്കെ മാത്രമാണ് നമ്മുടെ കല്ലറ വരെയും നമ്മുടെ കൂടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പം ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദർ ഡസ്റ്റ്. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ സ്വീറ്റ് മെമ്മറീസും പിന്നെ നമ്മൾ ചെയ്തിട്ട് പോയ നല്ല കാര്യങ്ങളും ഒരു പൂവ് പൂക്കുന്നത് പോലെ നമ്മുടെ കല്ലറയിൽ ആ ഓർമ്മകളിങ്ങനെ നിലനിൽക്കും എന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സാഡ് സോങ് ആണ് സത്യത്തിൽ. ഇതിനെ പണ്ടൊക്കെ ഒരു മരണവീട്ടിൽ പാടിയിരുന്ന പാട്ട്, കവിത, അങ്ങനെ ഒരിക്കലും ഒരു എലിജിയല്ല, ഒരു വിലാപകാവ്യമല്ല. പക്ഷേ ഇതൊരു മരണം ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. മരണം എന്ന് പറയുന്ന റിയാലിറ്റി നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്ന ഒരു പോയമാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ മീനിങ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.